കൊല്ലം ലേണിംഗ് അഭിമിസ് ആണ് മക്കളെ. നമ്മുടെ ഓണ എക്സാം ആണ്. ഓണ എക്സാം എത്തി, നാളെ നമ്മുടെ എക്സാം ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഓണ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഈ ഒരു വീഡിയോയിൽ നമുക്കിതാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണ എക്സാമിന് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ആൻഡ് ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൺ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് കോൺവെർസേഷൻ അല്ലേ. അപ്പോൾ കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോൺവെർസേഷൻ പല രീതിയിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ഫോൺ വിളിച്ചിട്ടുള്ള ടെലിഫോണിക് കോൺവെർസേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമലായിട്ട് രണ്ട് പേര് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറും സ്റ്റുഡൻറ്റ് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള സംഭാഷണങ്ങളെ പറ്റിയിട്ട്, കോൺവെർസേഷനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഇനി കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? നമ്മുടെ ക്യാരക്ടേഴ്സിനെ നമ്മൾ അറിയണം അല്ലെ. നമ്മുടെ ചെസ്റ്റർ റെക്കൂൺ സ്കൂളിൽ ചെന്നിരിക്കുകയാണ്. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ ചെസ്റ്റർ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്താണ് അല്ലെ, ക്യാരക്ടർ ഏതാണെന്ന് അറിഞ്ഞാൽ ചെസ്റ്റർ ആരാണ്, ചെസ്റ്റർ റെക്കൂൺ ആരാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോൺവെർസേഷൻ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പോൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മുടെ ക്യാരക്ടേഴ്സിനെ അറിയണം അല്ലെ. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോൺവെർസേഷൻ എഴുതണം. അപ്പോൾ കോൺവെർസേഷൻ എഴുതേണ്ട ഫോർമാറ്റ് എന്താണ് എന്ന് മിസ് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാ രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമാണ്. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈയിടെ ഇറങ്ങിയ നമ്മുടെ തുടരും സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ലാലേട്ടൻ്റെ തുടരും സിനിമ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഉണ്ടാവുമല്ലേ ഇവിടെ. അപ്പോൾ ആ തുടരും സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? യെസ്, നമ്മുടെ ബെൻസ് എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ. അപ്പോൾ അതിലിതാ വില്ലനായിട്ട് ഒരാളുണ്ടായിരുന്നു. ആരാ? നമ്മുടെ ജോർജ് സാർ. ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോർജ് സാർ വരും. അപ്പോൾ ഇവരെ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ മിസ് പറയാണ്, രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്, അവരുടെ പേര് നമ്മൾ ആദ്യം എഴുതുക. ഓക്കെ, ക്യാരക്ടേഴ്സിൻ്റെ പേര് നമ്മൾ എഴുതി കൊടുക്കുക. ആദ്യം നമ്മളിപ്പോൾ ഇവർ തമ്മിലുള്ള സംഭാഷണം ആയതുകൊണ്ട് മിസ് ലാലേട്ടൻ എന്ന് എഴുതി. അതിൻ്റെ താഴെ ജോർജ് സാറെന്ന് എഴുതി. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞിരിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്താണ്? എൻ്റെ മോനെവിടെ, എൻ്റെ മോനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞിരിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, അതിന് മറുപടിയായിട്ട് ജോർജ് സാറ് പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം വീണ്ടും ലാലേട്ടൻ പറഞ്ഞത്, അതിന് മറുപടി ജോർജ് സാറ് പറഞ്ഞത്. അങ്ങനെ രണ്ട് എക്സ്ചേഞ്ച് ആയി അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു 4-5 എക്സ്ചേഞ്ച് എഴുതി കഴിഞ്ഞാൽ കോൺവെർസേഷൻ ആയി. കോൺവെർസേഷൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. സോ കഴിഞ്ഞ വർഷത്തെ ഓണ എക്സാമിന് അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് മക്കളെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ വർഷത്തെ ഓണ എക്സാമിന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ടീച്ചർ എൻ്റർഡ് ദ ക്ലാസ്. ടീച്ചർ എന്ത് ചെയ്തു? ക്ലാസിൻ്റെ ഉള്ളിലേക്ക് കയറി. ഷീ സോ സാഡ് ഫേസ് അമംഗ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ ഇടയിൽ സങ്കടപ്പെട്ട മുഖമായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. സാഡ് ഫേസ് അല്ലെ, സങ്കടപ്പെട്ട മുഖമായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. ആരാത്? ആരും അല്ലടാ, അത് നമ്മുടെ ചെസ്റ്റർ ആണ്. ഇറ്റ് വാസ് ചെസ്റ്റർ റെക്കൂൺ. ചെസ്റ്റർ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് അല്ലേ. ടീച്ചർ ബിഗൻ ടു ടോക്ക് ടു ഹിം. എന്താണ് ചോദിച്ചത്? ടീച്ചർ ചോദിക്കുകയാണ്, ചെസ്റ്റർ വാട്ട് ഹാപ്പൻഡ്, വൈ ആർ യു ലുക്കിംഗ് സാഡ്? എന്ത് പറ്റി ചെസ്റ്റർ മോനെ, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചെസ്റ്റർ ചോദിക്കുകയാണല്ലേ. അപ്പോൾ ബാക്കി അതിന് ചെസ്റ്റർ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ചെസ്റ്റർ റെക്കൂൺ. ചെസ്റ്റർ റെക്കൂണും ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് കഴിഞ്ഞ ആഴ്ചത്തെ ഓണ എക്സാമിന് ചോദിച്ചുള്ളത്. അമ്പടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് എഴുതും അല്ലെ. എങ്ങനെ നമുക്ക് ആൻസർ പറയാം? ടീച്ചർ ചോദിച്ചു, വാട്ട് ഹാപ്പൻ, വൈ ആർ യു ലുക്കിംഗ് സാഡ്? എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ ചെസ്റ്റർ പറഞ്ഞു, എന്താണ്? ഐ ഡോണ്ട് വാണ്ട് ടു ബി ഹിയർ ടുഡേ, ഐ മിസ് മൈ മമ്മി. എന്താണ്, എനിക്കിവിടെ ഇരിക്കണ്ട അല്ലേ, എനിക്കിന്ന് ഇവിടെ ഇരിക്കണ്ട ടീച്ചറെ, എനിക്ക് എൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ഓ ചെസ്റ്റർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ഹാഡ് ടു ബി അവേ ഫ്രം ദ പീപ്പിൾ വി ലവ്. എന്താണ്? ചെസ്റ്ററിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിട്ടുപിരിയുക അല്ലെങ്കിൽ അവരിൽ നിന്ന് ദൂരേക്ക് മാറാന്ന് പറയുന്നത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചെസ്റ്റർ പറയുകയാണ്, എന്താണ്? ഷീ ഗീവ് മീ എ കിസ് ഓൺ മൈ പോ, ബട്ട് ഇറ്റ്സ് നോട്ട് സെയിം ആസ് ഹാവിങ് ഹർ ഹിയർ. അമ്മ എനിക്കിതാ എൻ്റെ കയ്യിൽ, പോന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു കയ്യിൽ എനിക്ക് ഉമ്മ തന്നു, പക്ഷേ അമ്മ അടുത്തുള്ളതുപോലെ ആവുന്നില്ല ഈ കിസ്സിങ് ഹാൻഡ്. അപ്പൊ ടീച്ചർ പറയാണ്, ദാറ്റ് കിസ് ഈസ് സ്പെഷ്യൽ അല്ലെ, ആ കിസ് വളരെ സ്പെഷ്യലാണ്. നിനക്ക് എന്ത് ചെയ്യാം? അത് നിന്റെ കവളിലേക്ക് പ്രസ് ചെയ്യാം. എന്നിട്ട് എപ്പോഴാണോ അമ്മയെ മിസ് ചെയ്യുന്നത്
അപ്പോൾ ഈ കിസ് എന്ത് ചെയ്താൽ മതി, കവിളിലേക്ക് പ്രസ് ചെയ്താൽ മതി. കിസ്സിങ് ഹാൻഡ് ആണല്ലേ. അപ്പോഴേക്കും അത് അമ്മയുടെ സ്നേഹം നിനക്ക് ഓർമ്മ വരും എന്ന് പറയാണ്. അപ്പം ജസ്റ്റ് ടീച്ചറോട് ചോദിക്കുകയാണ്, പിന്നെ റിയലി മേക്ക് മീ ഫീൽ ബെറ്റർ അല്ലെ, ശരിക്കും അത് സംഭവിക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കിസ്സിങ് ഹാൻഡ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടുമെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്, യെസ് ജസ്റ്റർ, ലവ് ഈസ് ലൈക്ക് ദാറ്റ്, ഇറ്റ് സ്റ്റേസ് വിത്ത് യു. സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്ര ദൂരെ പോയാലും നമ്മളെ സ്നേഹിക്കുന്നവർ അവരുടെ സ്നേഹം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും അല്ലേ. ഈവൻ വെൻ ദ പേഴ്സൺ ഈസ് ഫാർ അവേ അല്ലെ, എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും ആളുടെ സ്നേഹം എപ്പോഴും എന്തുണ്ടാവും, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് ആര് പറയാണ്, അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ജസ്റ്ററിനോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ മക്കളെ നമ്മളോട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആണെന്നറിയോ, നമ്മുടെ ഇന്നത്തെ മാരത്തോണിൽ ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ മാരത്തോണിൽ ചെയ്യും. എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഓരോന്നും ചാപ്റ്റർ വൈസായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 5ാം ക്ലാസ്സിലുള്ള നമ്മുടെ സൈലത്തിൻ്റെ ബാച്ച് ഉണ്ട്, നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്പറൊക്കെ താഴെ ഈ ഒരു സ്ക്രോളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.